നമസ്തേ. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ഏതെങ്കിലും സ്ഥാപനത്തിലേക്ക് വിദ്യാഭ്യാസത്തിന് അയക്കുന്നു. അവർ അവിടെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റിരുന്ന് സൂര്യനമസ്കാരം ചെയ്യുന്നു, ചായ കാപ്പി മുതലായവ ഉപേക്ഷിക്കുന്നു. വെക്കേഷൻ അവർ വീട്ടിൽ വരുന്നു. 4-5 ദിവസം കഴിയുമ്പോഴേക്കും അവർ പഴയപടി തന്നെയായിത്തീരുന്നു. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത ചിട്ടയെ മുഴുവനും അവർ മറന്നു പോകുന്നു. നമുക്കിത്തരം അറിവുകൾ ധാരാളം ഉണ്ടാവാറുണ്ട്. മനുഷ്യരെന്ന് പറയുന്നത് മൺകട്ടയല്ല. നാം അവൻ്റെ മനസ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന രൂപം ആദ്യമായി അവൻ്റെ മനസ്സിൽ പതിയണം. ഇല്ലെങ്കിൽ ബാഹ്യമായ പഠിപ്പിനൊപ്പം ആ പഠിപ്പെല്ലാം വ്യർത്ഥമാണ്. അതിനാൽ നമ്മുടെ സാധനയിൽ മനസ്സിൻ്റെ സഹകരണം തേടുക. ഇല്ലാതിരിക്കുന്ന ഇവരെ ഒരു കാര്യവും നേരെയാവുകയില്ല. ബാഹ്യകർമ്മങ്ങൾ കൊണ്ടാണ് നമ്മുടെ മനസ്സിൻ്റെ ശരിയായ രൂപം വെളിപ്പെടുന്നത്. വളരെ ഉയരത്തിൽ, അതായത് മേലെ നിന്ന് നോക്കുമ്പോൾ വെള്ളം നിർമ്മലമാണെന്ന് തോന്നും. എന്നാൽ അതിലൊരു കല്ലിട്ട് നോക്കിയാൽ ഉടനെ അടിയിൽ നിന്നും ചെളി പൊന്തി വരുന്നത് കാണാം. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി. മനസ്സാകുന്ന പൊയ്കയുടെ അടിത്തട്ടിൽ ചെളി നിറഞ്ഞിരിപ്പുണ്ട്. പുറമെ നിന്ന് വല്ലതും തട്ടുമ്പോഴേക്കും അത് പ്രത്യക്ഷമാകാൻ തുടങ്ങും. നാം പറയാറുണ്ടല്ലോ, അയാൾക്ക് ദേഷ്യം വന്നു എന്ന്. എന്താ ഈ ദേഷ്യം? പുറമേ എവിടെ നിന്നെങ്കിലും വന്നതാണോ? അല്ല, അത് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലത് ഇല്ലായിരുന്നുവെങ്കിൽ അത് പുറത്തു കാണുമായിരുന്നില്ല. മനുഷ്യൻ ആദ്യം നീന്താൻ തുടങ്ങുമ്പോൾ വളരെ ക്ലേശകരമായി തോന്നാം. ശ്വാസം മുട്ടും, വെള്ളം കുടിക്കും, ഒക്കെ ചെയ്യും. നേരെ മറിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ മറ്റു വല്ല ജോലിയും ചെയ്ത് തളർന്ന് ക്ഷീണം തോന്നുമ്പോൾ നാം കുറച്ചു നേരെ നീന്തി ക്ഷീണം തീർക്കാം എന്നു പറയാറുണ്ട്. അപ്പോൾ ഈ നീന്തൽ ക്ലേശകരമായി തോന്നാറില്ല. ശരീരം സ്വാഭാവികമായി തന്നെ വെള്ളത്തിൽ നീന്തിക്കൊണ്ടേയിരിക്കും. ക്ഷീണിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണ്. മനസ്സ് കർമ്മങ്ങളിൽ ലിപ്തമായി തീരുമ്പോൾ ക്ഷീണം തോന്നും, സാധാരണയാണ്. പക്ഷെ അതേ കർമ്മം സഹജമായി തീരുമ്പോൾ അതൊരു ഭാരമായി തോന്നുകയില്ല. കർമ്മം അകർമ്മമായി തീരുന്നു. കർമ്മം എപ്പോഴും ആനന്ദമായി തീരണം. അവസാന ശ്വാസം വരെ എന്തെങ്കിലും സേവനപരമായ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. ഹൃദയാകാശത്തിൽ സ്വൽപ്പമെങ്കിലും ആസക്തി ഇല്ലാതിരിക്കുക. ബുദ്ധി തേജോമയമായിരിക്കണം. ഇങ്ങനെ മരണമടയുന്നവർ പരമാത്മാവിൽ ചെന്നു ചേരും. ഈ വിധം ശ്രേഷ്ഠവും മംഗളകരവുമായ മരണം ലഭിക്കുന്നതിന് രാവും പകലും ശ്രദ്ധയോടും
കുശലതയോടും കൂടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. ഒരു നിമിഷ നേരത്തേക്കെങ്കിലും മനസ്സിൽ ചീത്ത സംസ്കാരങ്ങൾ പൊന്തി വരാൻ അനുവദിക്കരുത്. അതിനുള്ള ശക്തി കിട്ടിക്കൊണ്ടേയിരിക്കാനായി പരമാത്മാവിനോട് എപ്പോഴും നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. ആ പ്രാർത്ഥനയാണ് നമുക്ക് ഉന്നതിയിലേക്ക് എത്താൻ, മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഈശ്വരനെ ഉണർത്താനും അവിടെയുള്ള ശാന്തിയെയും സമാധാനത്തെയും ഒക്കെ നമുക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാനും കഴിയുന്നത് എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.